പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 2 നെക്സ്റ്റ് പോർഷനാണ്. ഇതിനു മുമ്പുള്ള പോർഷൻസൊക്കെ നിങ്ങൾ കണ്ടു നോക്കണം. അപ്പോൾ ഒരു ചാപ്റ്റർ കാണുമ്പോൾ അതിൻ്റെ ആദ്യത്തെ വീഡിയോസ് തൊട്ട് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന പോർഷൻ റിമൂവിങ് ബ്രാക്കറ്റ്സ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ എക്സ്പ്രഷനകത്ത് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു പോർഷൻ നമ്മൾ പഠിച്ചിരുന്നു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബ്രാക്കറ്റ് ഇടാതെ എങ്ങനെ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട് 200 - 40 + 3. ഇതിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യം നമ്മൾ 40 + 3 എന്ത് കിട്ടും? 43 എന്ന് കിട്ടും. ഈ 43യെ നമ്മൾ 200ൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യുക അല്ലേ? ആദ്യം ബ്രാക്കറ്റിനകത്തത് ചെയ്യും, എന്നിട്ട് 200ൽ നിന്നത് സബ്ട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മൾ ഈ 40യെ നമ്മൾ 200ൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യും. അപ്പോൾ 40യെ 200ൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 160 എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ 160ൽ നിന്ന് നമ്മൾ എന്ത് സബ്ട്രാക്റ്റ് ചെയ്യും? 3 സബ്ട്രാക്റ്റ് ചെയ്യും. അപ്പോൾ 160ൽ നിന്ന് 3 സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് 157 എന്ന് കിട്ടും. അപ്പോൾ നോക്കിയേ, ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? 200ൽ നിന്ന് നമ്മൾ ആദ്യം 40 സബ്ട്രാക്റ്റ് ചെയ്തു, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ 3 സബ്ട്രാക്റ്റ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത് അല്ലേ? 200ൽ നിന്ന് 40 സബ്ട്രാക്റ്റ് ചെയ്തപ്പോൾ 160 കിട്ടി. അതിൽ നിന്ന് നമ്മൾ 3 സബ്ട്രാക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് 200 - 40 - 3 എന്ന് എഴുതാം. അതിന് പകരം നമ്മൾ ഇങ്ങനെ ചെയ്തില്ലല്ലോ, ബ്രാക്കറ്റ് മാറ്റിയപ്പം 200 - 40 + 3 ഇങ്ങനെ നമ്മൾ ചെയ്തില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ തെറ്റായിരിക്കും കേട്ടോ. അപ്പോൾ 200 - 40 + 3 എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രാക്കറ്റ് മാറ്റി കഴിയുമ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാം? 200ൽ നിന്ന് 40 സബ്ട്രാക്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് വീണ്ടും 3 സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അതാണല്ലോ അതിൻ്റെ അർത്ഥം അല്ലേ? 40 + 3 എന്ന് പറയുന്നത്, 40യും 3യും എന്ന് പറയുന്നത് ഇത് രണ്ടും എന്ത് ചെയ്യേണ്ടതാണ്? 200ൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യേണ്ട വാല്യൂസാണ്. അത് നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഡയറക്റ്റ് 200ൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യുന്നു ബ്രാക്കറ്റ് ഇടുമ്പോൾ. ബ്രാക്കറ്റ് ഇടാതെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? 200ൽ നിന്ന് 40 സബ്ട്രാക്റ്റ് ചെയ്യുന്നു, വീണ്ടും 3യും കൂടെ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരത്തില്ല കേട്ടോ. 200 - 40 + 3 എന്ന് വരത്തില്ല. എന്തേ വരത്തുള്ളൂ? 200 - 40 - 3 എന്നേ വരത്തുള്ളൂ കേട്ടോ. 200 - 40 + 3 = 200 - 40 - 3 ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇനി ഇതാ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. Okay, we also saw this earlier in the case of Irfan purchasing a biscuit packet ₹15 and tur dal packet ₹56. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തതാണ് കേട്ടോ. When he paid ₹100, the change he gets in rupees is. അപ്പോൾ ഇർഫാൻ പർച്ചേസ് ചെയ്തത് 15 റുപ്പീസിൻ്റെ ഒരു ബിസ്ക്കറ്റും 56 റുപ്പീസിൻ്റെ ഒരു ടൂർ ഡാലുമാണ്. ഇത് വാങ്ങിയിട്ട് ഇർഫാൻ 100 റുപ്പീസാണ് കൊടുത്തത്. അപ്പോൾ ബാക്കി ഇങ്ങോട്ട് തിരിച്ച് കിട്ടിയ ചേഞ്ച് എത്രയാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 15ൻ്റെ ഒരു ബിസ്ക്കറ്റും 56ൻ്റെ ഡാലും വാങ്ങി. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് 15 + 56 100 റുപ്പീസാണ് ഇർഫാൻ കൊടുത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 15ഉം 56ഉം കൂടെ ആഡ് ചെയ്തിട്ട് 100ൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് 29 എന്ന് കിട്ടി. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 15ഉം 56ഉം കൂടെ ആഡ് ചെയ്തിട്ട് അത് 100ൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 29 എന്ന് കിട്ടി. അപ്പം മുകളിൽ ചെയ്തത് വെച്ച് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 100ൽ നിന്ന് നമ്മൾ 15 സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അതായത് ബിസ്ക്കറ്റിൻ്റെ കോസ്റ്റ് നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 85 എന്ന് കിട്ടി. അപ്പോൾ ദിസ് ഈസ് ദി എമൗണ്ട് ദ ഷോപ്പ് കീപ്പർ ഓസ് ഇർഫാൻ ഇഫ് ഹി ഹാഡ് പർച്ചേസ് ഓൺലി ദ ബിസ്ക്കറ്റ്. അപ്പോൾ ബിസ്ക്കറ്റ് മാത്രമാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ ഷോപ്പ് കീപ്പർ
എത്ര രൂപ തിരിച്ചു കൊടുക്കണം? 85 rupees ഇർഫാന് തിരിച്ചു കൊടുക്കണം. ആൻഡ് ഹി ഹാസ് പർച്ചേസ് 2 dal ഓൾസോ. ഇറ്റ്സ് കോസ്റ്റ് ഈസ് ടേക്കൻ ഫ്രം ദിസ് റിമൈനിങ് എമൗണ്ട് ഓഫ് 85. അപ്പോൾ ഡാലും കൂടെ ബിസ്ക്കറ്റ് മാത്രമാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ 85 rupees തിരിച്ചു കൊടുക്കണം. ഇർഫാൻ വീണ്ടും ഡാലും കൂടെ പർച്ചേസ് ചെയ്തെങ്കിൽ ഷോപ്പ് കീപ്പർ എന്ത് ചെയ്യണം? ഈ 85-ൽ നിന്ന് ഡാലിൻ്റെ പ്രൈസോടെ സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ സോ to find the change we need to subtract the cost of dal from 85. അപ്പോൾ 85-ൽ നിന്ന് ഡാലിൻ്റെ 56 സബ്ട്രാക്റ്റ് ചെയ്തു. അപ്പോൾ 29 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? 100-ൽ നിന്ന് ആദ്യം ബിസ്ക്കറ്റിൻ്റെത് സബ്ട്രാക്റ്റ് ചെയ്തു, എന്നിട്ട് അതിൽ നിന്ന് 56 സബ്ട്രാക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തിരുന്നത് എങ്ങനെയാണ്? 100 മൈനസ് 15 പ്ലസ് 56 ആണ്. 15ഉം 56ഉം നമ്മൾ ബ്രാക്കറ്റിലിട്ടിരുന്നു. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 100 മൈനസ് 15 മൈനസ് 56. അതായത് ബ്രാക്കറ്റ് ഇല്ലാതെ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. നമ്മൾ ഈ ചെയ്ത രണ്ടിലും നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മുടെ ബ്രാക്കറ്റിന് ഫ്രണ്ടിൽ എന്തായിരുന്നു? നെഗറ്റീവ് സൈൻ ആയിരുന്നു. ഇവിടെ നോക്കിയേ, ഈ ബ്രാക്കറ്റിന് മുമ്പിൽ എന്തായിരുന്നു? നെഗറ്റീവ് സൈൻ ആയിരുന്നു. രണ്ടാമത് ചെയ്തതിലോ ഇവിടെയും ബ്രാക്കറ്റിന് മുമ്പിൽ നെഗറ്റീവ് സൈൻ ആയിരുന്നു. അപ്പോൾ ബ്രാക്കറ്റിന് മുമ്പിൽ നെഗറ്റീവ് സൈൻ ആണെങ്കിൽ നമ്മൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റിനകത്തെ സൈൻ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഓക്കെ, നോട്ടീസ് ഹൗ അപ്പോൺ റിമൂവിങ് ദ ബ്രാക്കറ്റ്സ് preceded by a negative sign the sign of the terms inside the bracket change. അപ്പോൾ ബ്രാക്കറ്റിന് മുമ്പ് നെഗറ്റീവ് സൈൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? the sign of the terms inside the bracket change. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ നെഗറ്റീവ് സൈൻ ആണെങ്കിൽ മസ്റ്റായിട്ടും എന്ത് ചെയ്തിരിക്കണം? ബ്രാക്കറ്റിനകത്തെ സൈൻ ചേഞ്ച് ചെയ്തിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ 100, ഓക്കെ, 15ൻ്റെ സൈൻ എന്തായിരുന്നു? പോസിറ്റീവാണ്, അത് നെഗറ്റീവായി. 56 പോസിറ്റീവാണ്, അതും നെഗറ്റീവായി. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. കൺസിഡർ ദി എക്സ്പ്രഷൻ 500 മൈനസ് 250 മൈനസ് 100. ഈസ് ഇറ്റ് പോസിബിൾ ടു റൈറ്റ് ദിസ് എക്സ്പ്രഷൻ വിത്തൗട്ട് ദി ബ്രാക്കറ്റ്? ബ്രാക്കറ്റ് ഇല്ലാതെ ഈ എക്സ്പ്രഷൻ എഴുതാനായിട്ട് സാധിക്കുമോ? പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇതൊന്നും വായിച്ച് നോക്കാതെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നോക്കിയേ? നമ്മുടെ ബ്രാക്കറ്റിൻ്റെ ഫ്രണ്ടിൽ എന്താണ്? നെഗറ്റീവ് സൈൻ ആണുള്ളത് അല്ലേ? അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 500 മൈനസ് ബ്രാക്കറ്റിനകത്ത് സൈൻ എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ അത് ചേഞ്ചായി എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. പ്ലസ് 100. ഇനി നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റുമല്ലേ? 500 മൈനസ് 250 ചെയ്യുക. ആ 250യുടെ കൂടെ 100 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 350 എന്ന് കിട്ടും. ഇതാ കണ്ടോ, 350 ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ. Okay, notice again that when the bracket preceded by a negative sign are removed, the sign of the terms inside the bracket change. In this case, the sign of 250 and negative 100 change to negative 250 and 100. അപ്പോൾ ഇവിടെ 250 പോസിറ്റീവ് ആയിരുന്നു, അത് നെഗറ്റീവായി. 100 നെഗറ്റീവ് ആയിരുന്നു, അത് പോസിറ്റീവായി. ഇനി നോക്കിയാൽ, ഇനി അടുത്തത് നമ്മുടെ ബ്രാക്കറ്റിൻ്റെ ഫ്രണ്ടിൽ പ്ലസ് സൈൻ ആണെങ്കിൽ, ഒന്നും സംഭവിക്കുന്നില്ല. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ആ നമ്പേഴ്സിനെ എല്ലാം അതേപോലെ തന്നെ എഴുതുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നോക്കിയാൽ ഇവിടെ 28 പ്ലസ് 35 മൈനസ് 10. ഇതിനെ നമ്മൾ 28 പ്ലസ് 35 മൈനസ് 10 എന്ന് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്കിയാൽ, വെൻ ദ ബ്രാക്കറ്റ്സ് ആർ നോട്ട് പ്രിസിഡഡ് ബൈ എ നെഗറ്റീവ് സൈൻ ദ ടേംസ് വിതിൻ ദം ഡു നോട്ട് ചേഞ്ച് ദെയർ സൈൻ അപ്പോൺ റിമൂവിങ് ദി ബ്രാക്കറ്റ്സ്. എപ്പോഴാണ്? ബ്രാക്കറ്റിന് ഫ്രണ്ടിൽ പ്ലസ് സൈൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അതായത് നോട്ട് പ്രൊസീഡിങ് ബൈ എ നെഗറ്റീവ് സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നെഗറ്റീവ് സൈൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രാക്കറ്റിനകത്തെ സൈൻ ചേഞ്ച് ചെയ്യുന്നില്ല. ഡു നോട്ട് ചേഞ്ച് ദ സൈൻ.
അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബ്രാക്കറ്റിൻ്റെ ഫ്രണ്ടിൽ നെഗറ്റീവ് സൈൻ ആണെങ്കിൽ ബ്രാക്കറ്റിനകത്തുള്ള എല്ലാ സൈനുകളും നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇനി നമ്മുടെ ബ്രാക്കറ്റിൻ്റെ ഫ്രണ്ടിൽ പോസിറ്റീവ് സൈൻ ആണെങ്കിൽ നമ്മൾ ബ്രാക്കറ്റിനകത്തുള്ള സൈനുകൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി കേട്ടോ. ഇനി നോക്കിയാൽ ടിങ്കർ ദ ടേംസ് 1. What happened to the value of an expression if we increase or decrease the value of one of its term? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷനകത്തെ ഏതെങ്കിലും ഒരു ടേമിൻ്റെ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ എക്സ്പ്രഷൻ്റെ വാല്യൂവിന് എന്ത് സംഭവിക്കും? Some expressions are given in the following 3 columns. In each column, 1 or more terms are changed from the first expression. അപ്പോൾ നമുക്കിവിടെ 3 കോളംസ് തന്നിട്ടുണ്ട്. ഓരോ കോളത്തിലും ഒന്നോ അതിൽ കൂടുതലോ ടേമുകൾ ഫസ്റ്റ് എക്സ്പ്രഷനിൽ നിന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഗോ ത്രൂ ദി എക്സാമ്പിൾ ഇൻ ഫസ്റ്റ് കോളം ആൻഡ് fill the blanks doing as little computation as possible. അതായത് ഏറ്റവും കുറവ് കമ്പ്യൂട്ടേഷൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഫില്ല് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ 53 + -16 = 37. അടുത്ത കോളത്തിൽ നോക്കിയേ 53 എന്തായിട്ട് മാറിയിട്ടുണ്ട്? 54 ആയിട്ട് മാറിയിട്ടുണ്ട്. -16 അതേപോലെ തന്നെയാണ്. അപ്പോൾ വാല്യൂ എന്ത് ചെയ്തു? ചേഞ്ചായി. 54 ഈസ് 1 മോർ ദാൻ 53. അപ്പോൾ 54 എന്ന് പറയുന്നത് 53യെക്കാട്ടിൽ 1 കൂടുതലാണ്. സോ ദ വാല്യൂ വിൽ ബി 1 മോർ ദാൻ 37. അപ്പോൾ 54 എന്ന് പറയുന്നത് 53യെക്കാട്ടിൽ 1 കൂടുതലായതുകൊണ്ട് വാല്യൂവിലും എന്ത് സംഭവിച്ചു? 1 കൂടുതലായി. ഇനി നോക്കിയേ അടുത്ത കോളത്തിൽ വന്നപ്പോൾ ഈ ഫസ്റ്റ് എക്സ്പ്രഷനാണ് നമ്മളെപ്പോഴും നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ടേം 53 തന്നെയാണ്. സെക്കൻഡ് ടേമിൽ -16 എന്തായിട്ട് മാറി? -15 ആയിട്ട് മാറി. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും? ഈസ് -15 1 മോർ ഓർ 1 ലെസ് ദാൻ -16? അപ്പോൾ നോക്കിയേ -15 എന്ന് പറയുന്നത് -16നെക്കാട്ടിൽ മോറാണോ ലെസ് ആണോ എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു നമ്പറിൻ്റെ റൈറ്റ് സൈഡിലുള്ള വാല്യൂസ് ആയിരിക്കും എപ്പോഴും കൂടുതലായിട്ട് വരിക. അതായത് ഇതാ നോക്കിയാൽ 1 2 3 4 ഇങ്ങനെ എഴുതുമ്പോൾ 1ൻ്റെ റൈറ്റിലാണ് 2 ഉള്ളത്, റൈറ്റ് സൈഡിലാണ് അല്ലേ. അപ്പോൾ 1നെക്കാട്ടിൽ 2 ആണ് ഗ്രേറ്റർ, 2വിനെക്കാട്ടിൽ 3 ആണ് ഗ്രേറ്റർ. ഇനി നെഗറ്റീവ് നമ്പർ എഴുതുമ്പോൾ നിങ്ങൾ നോക്കിയേ -1 -2 -3 ഇങ്ങനെയാണ് പോവുക. അപ്പം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എപ്പോഴും റൈറ്റ് സൈഡിലുള്ള വാല്യൂ ആയിരിക്കും ഗ്രേറ്റർ. അപ്പം -3യെക്കാട്ടിൽ ഗ്രേറ്റർ എന്താണ്? -2 ആണ്. -2വിനെക്കാട്ടിൽ ഗ്രേറ്റർ എപ്പോഴും എന്താണ്? -1 ആണ്. -1 ഈസ് ഗ്രേറ്റർ ദാൻ -2. അങ്ങനെയാണെങ്കിൽ -15നെക്കാട്ടിൽ -16 എന്താണ്? 1 മോർ ആയിരിക്കുമോ? 1 ലെസ് ആയിരിക്കുമോ? എങ്ങനെയാണ് വരിക? -15 -16 -17 ഇങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എഴുതുന്നത് അല്ലേ. അപ്പോൾ അതാ നോക്കിയേ -16ൻ്റെ റൈറ്റ് സൈഡിലാണ് -15. സോ -15 ഈസ് ഗ്രേറ്റർ ദാൻ -16. -15നെക്കാട്ടിൽ -16നെക്കാട്ടിൽ 1 കൂടുതലാണ് -15. അപ്പം ഇവിടെ നമുക്ക് എന്തെഴുതാം? യെസ് എന്ന് പറയാം. യെസ് -15 ഈസ് 1 മോർ ദാൻ -16. -15നെക്കാട്ടിൽ 16നെക്കാട്ടിൽ 1 കൂടുതലാണ് -15. അതുകൊണ്ട് വാല്യൂവിൽ എന്ത് സംഭവിക്കും? വാല്യൂവിൽ സോ ദ വാല്യൂ വിൽ ബി 1 മോർ ദാൻ 37. അപ്പോൾ ഇവിടെ എന്താവും? 38 ആവും. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് തരുമ്പോൾ ഏതാണ് ഗ്രേറ്റർ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പം നമ്പർ ലൈനിൽ നമ്പേഴ്സ് നോക്കുമ്പം ഒരു നമ്പറിൻ്റെ റൈറ്റ് സൈഡിലുള്ള നമ്പറായിരിക്കും എപ്പോഴും ഗ്രേറ്റർ ആയിട്ട് വരിക. അത് നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ -16ൻ്റെ റൈറ്റിലാണ് -15. സോ -15 ഈസ് ഗ്രേറ്റർ. -15
-16 1 കൂടുതലാണ്, അതുകൊണ്ട് വാല്യൂവിൽ ഒരു നമ്പർ കൂടുതലായി. ഇനി അടുത്തത് നോക്കിയാൽ 53 + -16 = 37. സെക്കൻഡ് എക്സ്പ്രഷനിൽ 52-ൽ എന്ത് സംഭവിച്ചു? 1 ലെസ്സായി അല്ലേ? 53 എന്നുള്ളത് 52 ആയി. ഇതിന് മാറ്റമൊന്നുമില്ല, അതുകൊണ്ട് വാല്യൂവിലും എന്ത് സംഭവിക്കും? 1 ലെസ്സായി. ഇവിടെ 36 എന്നാവും. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഫസ്റ്റ് എക്സ്പ്രഷനാണ് നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് 53 തന്നെയാണ്. ഇവിടെ -16 എന്നുള്ളത് -17 ആയി. ഇവിടെ ഏതാണ് ഗ്രേറ്റർ? -16 ആണോ -17 ആണോ ഗ്രേറ്റർ? -17ൻ്റെ റൈറ്റിലാണ് -16. കണ്ടോ? -17ൻ്റെ റൈറ്റിലാണ് -16. സോ -16 ഈസ് ഗ്രേറ്റർ. -17 ആയപ്പോൾ എന്ത് സംഭവിച്ചു? 1 ഇവിടെ ലെസ്സായി. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? -16 ഗ്രേറ്ററാണ്, -17 സ്മോളറാണ്. അപ്പോൾ -16 1 ലെസ്സാണ് -17. നിങ്ങൾ നമ്പർ ലൈനിൽ ഇങ്ങനെ നമ്പേഴ്സ് നോക്കിയാൽ മാത്രം മതി കേട്ടോ. നമ്പർ ലൈനിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് വരിക? 0യുടെ റൈറ്റിലോട്ടുള്ളതെല്ലാം 1 2 3 പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. ലെഫ്റ്റിലേക്കുള്ളതെല്ലാം ഇങ്ങനെ വരും. കണ്ടല്ലോ? അപ്പോൾ എപ്പോഴും റൈറ്റിലുള്ള നമ്പേഴ്സ് ആയിരിക്കും വലുത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? 1 ലെസ്സാണ്. അപ്പോൾ വാല്യൂവിൽ എന്ത് സംഭവിക്കും? 1 ലെസ്സാവും. ഇവിടെ നമുക്ക് എന്ത് പറയാം? യെസ്, -17 ഈസ് 1 ലെസ് ദാൻ -16. സോ ദ വാല്യൂ വിൽ ബി 1 ലെസ് ദാൻ 37. 37നെക്കാട്ടിൽ 1 കുറവായിരിക്കും. അടുത്ത നെക്സ്റ്റ് കോളം -87 + -16 ഇവിടെ എത്രയാണ് എന്ന് നമ്മൾ എഴുതണം. അപ്പോൾ നമ്മുടെ രണ്ട് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സാണ്. രണ്ട് നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കും. അപ്പോൾ 87 + 16 ദാറ്റ് ഈസ് എത്രയാണ്? 103 നെഗറ്റീവ് സൈൻ കൊടുക്കുന്നു. ഇനി ഈ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് ബാക്കിയുള്ള 3 കോളവും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, -87 അടുത്തതിൽ വന്നപ്പോൾ -88 ആയി. അപ്പോൾ ഇതിലേതാണ് ഗ്രേറ്റർ? -87 ഈസ് ഗ്രേറ്റർ. നമ്പർ ലൈനിൽ വരുമ്പം 0 കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് -1 -2 -3 -4 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ -87 കഴിഞ്ഞിട്ട് -87ൻ്റെ ലെഫ്റ്റിലാണ് -88. ഞാൻ നേരത്തെ പറഞ്ഞു എപ്പോഴും ഒരു നമ്പറിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്നതായിരിക്കും ഗ്രേറ്റർ നമ്പർ. അങ്ങനെയാണെങ്കിൽ -87 ഈസ് ഗ്രേറ്റർ ദാൻ -88. അപ്പം ഈ -88 എന്ന് പറയുന്നത് -87നെക്കാട്ടിൽ 1 ലെസ്സാണ്, കുറവാണ് അല്ലേ? അടുത്തതിൽ നോക്കിയേ, -16 എന്തായിട്ട് മാറി? -15 ആയിട്ട് മാറി. അപ്പോൾ -15 ഈസ് ഗ്രേറ്റർ ദാൻ -16. അപ്പോൾ ഇവിടെ 1 മോറാണ്. -16നെക്കാട്ടിൽ 1 മോറാണ് -15 അല്ലേ? നമ്പർ ലൈനിൽ വരുമ്പോൾ -15 -16 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ -16ൻ്റെ റൈറ്റ് സൈഡിലാണ് -15. സോ -15 ഈസ് ഗ്രേറ്റർ ദാൻ -16. അപ്പോൾ ഇവിടെ 1 ലെസ്സുമായി 1 മോറുമായി. അപ്പോൾ അത് ഈക്വലായിട്ട് മാറി അല്ലേ? ഇവിടെ 1 കുറഞ്ഞെങ്കിൽ ഇവിടെ 1 കൂടി. അപ്പോൾ വാല്യൂവിൽ മാറ്റമൊന്നും വരുന്നില്ല, 103 തന്നെയാണ്. ഇനി അടുത്തത് -87 എന്നുള്ളത് -86 ആയിട്ട് മാറി അല്ലേ? അപ്പം -86 -87ൻ്റെ എവിടെയാണ്? റൈറ്റ് സൈഡിലാണ്. സോ -86 ഈസ് ഗ്രേറ്റർ. എത്ര ഗ്രേറ്ററാണ്? 1 ഇവിടെ 1 മോറാണ്. ഇനി -16 എന്നുള്ളത് -18 ആയി അല്ലേ? -16 ആണ് ഗ്രേറ്റർ. അപ്പോൾ -18 എന്ന് പറയുന്നത് എന്താണ്? -16നെക്കാട്ടിൽ 2 ലെസ്സാണ് അല്ലേ? ഇവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് പോകുന്തോറും നമ്പർ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റിലുള്ളതായിരിക്കും വലുത്. അപ്പോൾ -16 കഴിഞ്ഞിട്ട് 2 ലെസ്സാണ് -18 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 ലെസ്. അപ്പോൾ ഇവിടെ 1 മോർ ആയെങ്കിലും 2 ലെസ്സായി അല്ലേ? അപ്പോൾ 103ൽ നിന്ന് ഇവിടെ എന്തായിരിക്കും? 1 ലെസ്സായിരിക്കും. 2 ലെസ് ഉണ്ടായിരുന്നു, പക്ഷേ 1 മോർ ആയതുകൊണ്ട് അത് ഇതിൽ എന്തായിട്ട് മാറി? 1 ലെസ്സായിട്ട് വരും. അപ്പോൾ
103യെക്കാട്ടിൽ 1 ലെസ് ആകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ലെഫ്റ്റിലേക്ക് പോകും. അപ്പോൾ ഇവിടെ 104 ആകും അല്ലേ? നമ്പർ ലൈനിൽ ഇത് -103, ഇത് -104, ഇങ്ങനെയാണ് പോവുക. അപ്പോൾ 1 ലെസ് ആകുമ്പം എന്താണ്? 104 ആകും. ഇനി ഇവിടെ നോക്കിയാൽ -87 എന്നുള്ളത് -97 ആയി. അപ്പോൾ 87, 88, 89, 90 ഇങ്ങനെ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ 10 ലെസ്സായി അല്ലേ? 10 ലെസ്സായി. ഇനി -16, -26 ആയി വീണ്ടും. അപ്പോൾ ഇവിടെ 10 ലെസ്സായി. -16 ഈസ് ഗ്രേറ്റർ ദാൻ -26. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാല്യൂവിൽ എത്ര ലെസ്സാവും? മൊത്തം 10 + 10 20 ലെസ്സാവും. അപ്പം -103ൽ നിന്ന് 20 ലെസ്സാകുമ്പോൾ എന്താവും? -123 ആവും. അപ്പോൾ ആൻസർ ഈസ് -123. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ എപ്പോഴും ഒരു നമ്പറിൻ്റെ റൈറ്റിലുള്ളതായിരിക്കും ഗ്രേറ്റർ ആയിട്ട് വരിക കേട്ടോ. പിന്നെ നമുക്ക് ഇത്രയും പോർഷൻസ് മതി. ഇനി ഫിഗർ ഇറ്റ് ഔട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.